എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ ഒരൊറ്റ ആശുപത്രി ബില്ലില് തീർന്നുപോകുമോ എന്ന്? അപ്പോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ എല്ലാവരെയും നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ഹെൽത്ത് ഇൻഷുറൻസ്. പലപ്പോഴും ഒരുപാട് സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ടാക്കുന്ന ഒന്നാണിത്. നമുക്ക് ഇതിന്റെ ഉള്ളറകളിലേക്കൊന്ന് കടന്നു ചെല്ലാം. ഇത് നമ്മളിൽ പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് അല്ലേ? വലിയ പ്രീമിയമൊക്കെ അടച്ച് നമ്മളൊരു പോളിസി എടുക്കും, പക്ഷേ ശരിക്കും ഒരാവശ്യം വരുമ്പോ ഇൻഷുറൻസ് കമ്പനി കൈമലർത്തുമോ എന്നൊരു പേടി എപ്പോഴും ഉള്ളിലുണ്ടാകും. നമുക്ക് ഈ സംശയങ്ങൾക്കെല്ലാമുള്ള ഉത്തരം കണ്ടെത്താം. ഈ 14% എന്ന സംഖ്യയുടെ അർത്ഥമെന്താണെന്നറിയാമോ? ഇത് ഇന്ത്യയിലെ വാർഷിക ചികിത്സാ പണപ്പെരുപ്പത്തിന്റെ നിരക്കാണ്. അതായത് ഇന്ന് 1 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു ഓപ്പറേഷന് അടുത്ത വർഷം 1,14,000 രൂപയാകും. ഇത് നമ്മുടെ സമ്പാദ്യത്തെ എത്ര വേഗത്തിലാണ് കാർന്ന് തിന്നുന്നതെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു ഇൻഷുറൻസ് ഇല്ലാത്തത് എത്ര വലിയൊരു റിസ്ക്കാണെന്ന് ഈ ഒരൊറ്റ കണക്ക് നമുക്ക് കാണിച്ചു തരും. ഇതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുമ്പോൾ കിട്ടുന്ന വലിയ ബില്ലും ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുന്ന തുകയും തമ്മിൽ പലപ്പോഴും വലിയൊരു വ്യത്യാസമുണ്ടാകും. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഗ്യാപ്പ് വരുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഒരു ബൈപ്പാസ് സർജറിക്ക് ഇന്ന് 5 ലക്ഷം മുതൽ 8 ലക്ഷം വരെയാവും. ഒരു ക്യാൻസർ ചികിത്സയ്ക്ക് ചിലപ്പോൾ 10-25 ലക്ഷം രൂപ വരെ വേണ്ടിവരും. ഈ ഭീമമായ തുകകൾ നമ്മുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ ശേഷിയുള്ളതാണ്. ഇവിടെയാണ് ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നമ്മുടെ രക്ഷയ്ക്കെത്തുന്നത്. ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കി. മൊത്തം ആശുപത്രി ബില്ലിന്റെ ഒരു വലിയ ഭാഗം ഇൻഷുറൻസ് കമ്പനി നൽകുന്നുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്ന തുക വളരെ വലുതാണ്. എന്തുകൊണ്ടാണ് ഈ വിടവുണ്ടാകുന്നത്? ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങളിലൊന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. അപ്പോ നമ്മുടെ ക്ലെയിം തുക കുറയുന്നതിന് പിന്നിലെ പ്രധാന വില്ലന്മാരാണ് ഈ നോൺ മെഡിക്കൽ എക്സ്പെൻസസ് അഥവാ NMEs. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഇവയൊന്നും നേരിട്ടുള്ള ചികിത്സാ ചെലവുകളുടെ ഭാഗമല്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ചികിത്സയുടെ ഭാഗമായി ഉപയോഗിക്കുന്ന ഗ്ലൗസ്, മാസ്ക്, കോട്ടൺ പോലുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ്, അഡ്മിഷൻ കിറ്റ് പോലുള്ള ചാർജുകൾ, ഇതൊക്കെയാണ് NMEs. ഇവയൊന്നും ഇൻഷുറൻസ് കമ്പനികൾ സാധാരണയായി കവർ ചെയ്യാറില്ല. ഈ ലിസ്റ്റ് കണ്ടില്ലേ? ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇതൊക്കെ നിസ്സാരമല്ലേ എന്ന്, അല്ലേ? പക്ഷേ ഈ ഓരോ ചെറിയ ഐറ്റംസും ചേരുമ്പോഴേക്കും നമ്മുടെ ഫൈനൽ ബില്ലിന്റെ 10 മുതൽ 30% വരെ കുറവ് വരാൻ സാധ്യതയുണ്ട്. ചില ആശുപത്രികൾ ചെയ്യുന്ന തന്ത്രങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾക്ക് ബില്ലടിക്കുക. ചിലപ്പോൾ റൂം വാടകയിൽ ഓൾറെഡി ഉൾപ്പെട്ട കാര്യങ്ങൾക്ക് വീണ്ടും പണം വാങ്ങുക. ഇതെല്ലാം അവസാനം ബാധിക്കുന്നത് നമ്മുടെ പോക്കറ്റിനെയാണ്. പക്ഷേ പ്രശ്നങ്ങൾ ഈ NMEകളിൽ മാത്രം ഒതുങ്ങുന്നില്ല കേട്ടോ. നമ്മുടെ പോളിസി ഡോക്യുമെന്റിന്റെ ചെറിയ അക്ഷരങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന വേറെയും ചില കെണികളുണ്ട്. അതായത് പോളിസി എടുത്ത ഉടനെ തന്നെ എല്ലാ രോഗങ്ങൾക്കും കവറേജ് കിട്ടുമെന്ന് വിചാരിക്കരുത്. ഓരോ അസുഖത്തിനും ഓരോ കാത്തിരിപ്പ് കാലയളവുണ്ട്. ഉദാഹരണത്തിന്, പോളിസി എടുക്കുന്നതിനു മുൻപേയുള്ള രോഗങ്ങൾക്ക് ചിലപ്പോൾ 3 വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നേക്കാം. ഈ സമയത്തിനുള്ളിൽ നിങ്ങൾ ക്ലെയിം ചെയ്താൽ അത് തീർച്ചയായും തള്ളിക്കളയും. ഇതൊരു ഞെട്ടിക്കുന്ന കണക്കാണല്ലേ? ഓരോ വർഷവും 26,000 കോടി രൂപയുടെ ക്ലെയിമുകളാണ് പല കാരണങ്ങൾ പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനികൾ നിരസിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം ക്ലെയിമുകൾ തള്ളിപ്പോകുന്നത്? ഈ ചാർട്ട് വ്യക്തമായി പറയുന്നുണ്ട്. ക്ലെയിം തള്ളിക്കളയാനുള്ള ഒന്നാമത്തെ കാരണം പോളിസി എടുക്കുമ്പോൾ നിലവിലുള്ള രോഗവിവരങ്ങൾ മറച്ചുവെക്കുന്നതാണ്. എത്ര ചെറിയ ആരോഗ്യ പ്രശ്നമാണെങ്കിലും അത് സത്യസന്ധമായി ഇൻഷുറൻസ് കമ്പനിയോട് പറയേണ്ടത് നിങ്ങളുടെ ക്ലെയിം പാസ്സാകാൻ അത്യാവശ്യമാണ്. ശരി, നമ്മളിതുവരെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഇനി നമുക്ക് പരിഹാരങ്ങളിലേക്ക് കടക്കാം, അല്ലേ? എങ്ങനെ നമുക്ക് അനുയോജ്യമായ മികച്ച ഒരു പോളിസി തിരഞ്ഞെടുക്കാൻ സാധിക്കും? ആദ്യം തന്നെ സം ഇൻഷുർഡ്, അതായത് നമ്മുടെ കവറേജ് തുക. നിങ്ങൾ താമസിക്കുന്ന നഗരത്തിലെ ചികിത്സാ ചെലവ് അനുസരിച്ചായിരിക്കണം ഇത് തിരഞ്ഞെടുക്കേണ്ടത്. കൊച്ചി, ബാംഗ്ലൂർ പോലുള്ള മെട്രോ നഗരങ്ങളിലാണെങ്കിൽ കുറഞ്ഞത് 15 ലക്ഷം രൂപയുടെ കവറേജെങ്കിലും ഉറപ്പാക്കുക. ചെറിയ നഗരങ്ങളിലാണെങ്കിൽ 8 മുതൽ 12 ലക്ഷം വരെ മതിയാകും. ഇനി പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളുടെ പോളിസിയിൽ റൂം റെന്റ് ക്യാപ്പിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ടോ എന്ന് ഉറപ്പായും നോക്കണം. ഉദാഹരണത്തിന്, 5 ലക്ഷത്തിന്റെ പോളിസിയിൽ 1% പരിധിയെങ്കിൽ നിങ്ങൾക്ക് 5,000 രൂപ വാടകയുള്ള റൂമേ എടുക്കാൻ പറ്റൂ. ഇതിലും കൂടിയ റൂം എടുത്താൽ ബാക്കിയുള്ള ഡോക്ടർ ഫീസ്, സർജറി ചാർജ് എല്ലാം അതേ അനുപാതത്തിൽ കുറയും. ഇതൊരു വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കും. ഒരു ഇൻഷുറൻസ് കമ്പനിയെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട സംഖ്യയാണിത്. എന്താണിതെന്ന് നമുക്ക് നോക്കാം. അതാണ് ക്ലെയിം സെറ്റിൽമെന്റ് റേഷ്യോ അഥവാ CSR. അതായത്
ഒരു കമ്പനിക്ക് കിട്ടുന്ന 100 ക്ലെയിമുകളിൽ എത്രയെണ്ണത്തിന് അവർ പണം കൊടുക്കുന്നു എന്നതിന്റെ കണക്ക്. 85% മുകളിൽ CSR ഉണ്ടെങ്കിൽ ആ കമ്പനി നമ്മുടെ ക്ലെയിമുകൾ പാസാക്കാൻ കൂടുതൽ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തതായി ശ്രദ്ധിക്കേണ്ട മറ്റൊരു നമ്പർ. ഇത് ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളുടെ ഇൻഷുറൻസ് കമ്പനിക്ക് എത്ര വലിയ ആശുപത്രി ശൃംഖലയുണ്ടോ അത്രയും എളുപ്പത്തിൽ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് പൈസ കൊടുക്കാതെ ക്യാഷ്ലെസ് ചികിത്സ നേടാനാകും. അതുകൊണ്ട് കുറഞ്ഞത് 10,000 നെറ്റ്വർക്ക് ആശുപത്രികളെങ്കിലുമുള്ള ഒരു കമ്പനി തിരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോ നല്ലൊരു പോളിസി എടുത്താൽ മാത്രം മതിയോ? പോരാ. അത് എങ്ങനെ ബുദ്ധിപരമായി ഉപയോഗിക്കണം എന്നും കൂടി നമ്മൾ അറിയണം. നിങ്ങളുടെ ക്ലെയിം പ്രോസസ് എളുപ്പമാക്കാനുള്ള ചില വഴികൾ പറഞ്ഞുതരാം. നിങ്ങളുടെ പോളിസിയിൽ നിന്ന് പരമാവധി പ്രയോജനം നേടാൻ ഈ കാര്യങ്ങൾ എപ്പോഴും ഓർക്കുക. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നോ ക്ലെയിം ബോണസ്. ചെറിയ ജലദോഷത്തിനോ പനിക്കോ ഒക്കെ ക്ലെയിം ചെയ്യാതിരുന്നാൽ അടുത്ത വർഷം നിങ്ങളുടെ കവറേജ് തുക വർദ്ധിക്കും. അത് വലിയൊരു നേട്ടമാണ്. അവസാനമായി, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിനെ എങ്ങനെയാണ് കാണേണ്ടത്? നമ്മുടെ ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ ഒരു പ്രധാന മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ ഒരു ആശയം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. മറ്റു നിക്ഷേപങ്ങൾ നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ സഹായിക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന ഈ നിക്ഷേപം നമ്മുടെ സമ്പത്തിനെ അപ്രതീക്ഷിതമായ നഷ്ടങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നു. അപ്പോ ഈ കാര്യങ്ങളെല്ലാം കേട്ടുകഴിഞ്ഞില്ലേ? ഇനി നിങ്ങൾ ചെയ്യേണ്ടതിതാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒന്നുകൂടി എടുത്ത് വായിച്ചു നോക്കൂ. അത് നിങ്ങൾക്ക് ശരിയായ സംരക്ഷണം നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓർക്കുക, ശരിയായ അറിവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സാമ്പത്തിക കവചം. അടുത്ത തവണ കാണുന്നതുവരെ സുരക്ഷിതരായിരിക്കുക.